കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്ന ശ്യാമ ശാരദമ്മയുടെ വീട്ടിലെത്തിയ ശേഷം മുറിയിലൊക്കെ മയക്കുമരുന്ന് തേടുകയാണ്. അലമാരിയിലിരിക്കുന്ന ബാഗൊക്കെ എടുത്ത് അതിൽ നിന്നും തുണികളും എല്ലാം ഒക്കെ വലിച്ചു വാരി എറിയുന്നുണ്ട്. ഇത് ഇവിടെയാണല്ലോ വെച്ചിരുന്നത്, എവിടെയെന്നും പറഞ്ഞ് എല്ലാ സാധനങ്ങളും ഒക്കെ വലിച്ചു വാരി ഇടുകയാണ്. ആ മയക്കുമരുന്ന് കിട്ടാത്തതിൽ ഒരു ദേഷ്യവും ഒരു ഭ്രാന്തിയെ പോലെയൊക്കെയാണ് ശ്യാമ അന്നേരം വെറുതെയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനിയും ശാരദാമ്മയും കൂടി ഹോസ്പിറ്റലിൽ നിന്നും ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നത്. തുടർന്ന് ശ്യാമ വന്നു എന്ന് തോന്നുന്നു. ഞാൻ അകത്തേക്ക് കയറാം, മോള് പോയി ഒന്ന് ഹോട്ടൽ തുറക്ക്, എത്ര നേരമായി അടച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് താക്കോലെടുത്ത് ശാലിനിക്ക് ശാരദാമ്മ കൊടുക്കുന്നുണ്ട്. അന്നേരം ഹോട്ടൽ തുറക്കാനായിട്ട് ശാലിനി ഹോട്ടലിലേക്ക് പോകുമ്പോൾ ശാരദാമ്മ അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ശാരദാമ്മ റൂമിലേക്ക് വരുമ്പോൾ ശ്യാമ അവിടെ തുണി വലിച്ചു വാരി ഇട്ടേക്കുന്ന അലങ്കോലമാക്കിയിരിക്കുന്നതും എന്തൊക്കെയോ തിരിയുന്നതും ഒക്കെ കണ്ടിട്ട് എന്താ മോളെ, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പുറകെ നടന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ആദ്യമൊന്നും ശ്യാമ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ശ്യാമയെ പിടിച്ച് കുലുക്കി ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പോയേന്നും പറഞ്ഞ് ശാരദാമ്മയെ പിടിച്ചങ്ങ് തള്ളുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ നെറ്റി പോയി ചുവരിലേക്ക് ഇടിക്കുന്നുണ്ട്. അയ്യോ എന്നും പറഞ്ഞ് ശാരദാമ്മ വിളിക്കുകയാണ്. പക്ഷെ അതൊന്നും ശ്യാമ മൈൻഡ് ചെയ്യുന്നില്ല. ശ്യാമ അങ്ങ് മയക്കുമരുന്ന് തിരയുകയാണ്. ഈ സമയത്താണ് ശാരദാമ്മ ഇങ്ങനെ നെറ്റിയും തടവിക്കൊണ്ട് നിൽക്കുന്ന കണ്ട് ശാലിനി റൂമിലേക്ക് വരുന്നത്. അന്നേരം എന്താ അമ്മ, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വെള്ളം തൊട്ട് തടവിയാൽ അതങ്ങ് പോകും, പക്ഷെ ഇവളെന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞ് ശ്യാമയെ ചൂണ്ടി ശാരദാമ്മ അങ്ങ് വേവലാതിപ്പെടുകയാണ്. തുടർന്ന് നീ എന്തായി കാണിച്ചിരിക്കുന്നത്, എന്തൊക്കെ തെരയുന്നതെന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ച് ശാലിനിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ചേച്ചി ഒന്ന് മാറുകയെന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചങ്ങ് കട്ടിലേക്ക് ശ്യാമ തള്ളുകയാണ്. തുടർന്ന് കട്ടിലേക്ക് വീഴുന്ന ശാലിനിയെ ശാരദാമ്മ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. തുടർന്നും ശ്യാമയുടെ ആ തെരച്ചിലും സ്വഭാവത്തിലും ഒക്കെ പന്തികേട് തോന്നുകയാണ് ശാലിനിക്ക്. തുടർന്ന് ബാഗും എടുത്തുകൊണ്ട് ശ്യാമ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം ഹാളിൽ വെച്ച് നീ എന്താടി പറഞ്ഞത്, നീ എന്തായി ചെയ്യുന്നത്, ഇത്ര വെപ്രാളപ്പെട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞ് ശാലിനി ശ്യാമയെ പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരുമോ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ ബാഗ് മുറുകെ പിടിച്ച് ശ്യാമ നിൽക്കുന്നുണ്ട്. അന്നേരം നിനക്ക് സമാധാനം കിട്ടാനാണോ നീ അമ്മയെ പിടിച്ച് തള്ളിയത്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. പക്ഷെ അന്നേരവും ദേഷ്യപ്പെട്ടൊരു ആകെ ഒരു വെപ്രാളത്തോടെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ശ്യാമ പറയുകയാണ്, അവരോട് മാറിപ്പോകാനായിട്ട് ഞാൻ പറഞ്ഞതാണ്, അവരത് കേട്ടില്ല എന്നൊക്കെ. അന്നേരം ശ്യാമയുടെ സംസാരം കേട്ട് അവരോ, നീ എന്താ അമ്മയെ വിളിച്ചത്, അവരെന്നോ എന്നും പറഞ്ഞിട്ട് ഒരടി കൊടുക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ശാലിനി. അന്നേരം ശാരദാമ്മ പിടിച്ചു മാറ്റാനായിട്ട് വരികയാണ്. അന്നേരം എൻ്റെ ബാഗ് അവർ എടുക്കാനായിട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ അവരെ പിടിച്ച് തള്ളിയതെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം അത്രയ്ക്ക് വിലപ്പെട്ടതായിട്ട് നിൻ്റെ ബാഗിൽ എന്താടി ഉള്ളത്, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി ബാഗ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ബാഗ് തരില്ല എന്നും പറഞ്ഞ് ശ്യാമ അതിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അവസാനം ഒരടി കൂടി കൊടുത്തിട്ട് ഒരു വിധത്തിൽ ശ്യാമയിൽ നിന്നും ശാലിനി ആ ബാഗ് പിടിച്ചു വാങ്ങുന്നുണ്ട്. അത്രയ്ക്ക് വിലപ്പെട്ടത് ഞാൻ നോക്കട്ടെ എന്ന്. അന്നേരം വേണ്ട കുഞ്ഞേച്ചി അതിങ്ങി താന്നും പറഞ്ഞ് ശാലിനിയെ കടന്നു പിടിക്കാനും ഉപദ്രവിക്കാനും തള്ളാനും ഒക്കെ ശ്യാമ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരടി മുന്നോട്ട് നീങ്ങി അടിച്ച് ഞാൻ പല്ല് കൊഴിക്കും, മിണ്ടാതെ അവിടെ അടങ്ങി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ശാലിനി ശ്യാമയുടെ ബാഗ് പരിശോധിക്കുകയാണ്. തുടർന്ന് ശ്യാമയുടെ ബാഗിൽ നിന്നും പുസ്തകങ്ങളൊക്കെ വലിച്ചു വാരി ശാലിനി പുറത്തേക്ക് ഇടുന്നുണ്ട്. അന്നേരവും കുഞ്ഞേച്ചി ബാഗിൻ്റെ അതിങ്ങി താന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം മിണ്ടാതെ അവിടെ അടങ്ങി നിൽക്കടിയെന്നും പറഞ്ഞ് വീണ്ടും ഒന്ന് രണ്ട് അടി പുറത്തും കൈക്കും ഒക്കെ ശാലിനി കൊടുക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് അവസാനം ബാഗിൽ നിന്നും എടുക്കുമ്പോൾ ആ മയക്കുമരുന്നിൻ്റെ പൊതി ശാലിനിക്ക് കിട്ടുന്നുണ്ട്. ശാലിനി അത് കണ്ടങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരവും കുഞ്ഞേച്ചി അതിങ്ങി തന്നെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞങ്ങ് കടുംപിടുത്തമായിട്ട് ശ്യാമ നിൽക്കുകയാണ്. തുടർന്ന് അതിങ്ങോട്ട് തന്നെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ബഹളം വയ്ക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം എന്താടി ഇത്, നിൻ്റെ ബാഗിൽ നിന്നും കിട്ടിയതാണ്, കോളേജിൽ നിന്നെ പഠിക്കാൻ വിടുന്നത് ഇതിനാണോ, ഇത് ഉപയോഗിക്കാനാണോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞേച്ചിക്ക് മനസ്സിലായല്ലോ, പിന്നെ എന്തിനാണ് ഇതിൽ കൂടുതൽ വിചാരണ ഒന്നും വേണ്ട, അത് എനിക്കുള്ളതാണ്, കോളേജിൽ പോണ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് വേണം എന്ന് പറഞ്ഞൊരു ഭ്രാന്തയെ പോലെ അങ്ങ് അലറുന്നുണ്ട് ശ്യാമ. അന്നേരവും നിന്നെ ഇതിനാണോ പഠിക്കാൻ വിട്ടോ എന്ന് പറഞ്ഞ് 2-3 അടിയൊക്കെ ശാലിനി കൊടുക്കുകയാണ്. പക്ഷെ അതൊക്കെ കൊണ്ടുകൊണ്ടങ്ങ് ഒരു രൂക്ഷമായ ഒരു ഭീമമായ അവസ്ഥയിലങ്ങ് എന്തോ പോലെ അങ്ങ് ശ്യാമ നിൽക്കുന്നുണ്ട്. മയക്കുമരുന്ന് കിട്ടാതാകുമ്പോൾ ആളുകൾ കാണിക്കുന്ന ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ശ്യാമ അന്നേരം നിൽക്കുന്നത്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഇതെന്നൊക്കെ. അന്നേരം അത് ശാലിനി ശാരദാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് വന്നാലും അമ്മ ഇത് അവൾക്ക് കൊടുക്കരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പൊതിരെ അടിക്കുകയാണ് ശ്യാമയെ ശാലിനി. തുടർന്ന് അമ്മ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാലിനി ശാരദാമ്മയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്.
തുടർന്ന് ശാരദാമ്മയെ റൂമിൽ കൊണ്ടുപോയി അങ്ങ് പൂട്ടിയിടുകയാണ് ശാലിനി. തുടർന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്നും പറഞ്ഞ് ശ്യാമയുടെ കവലിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അന്നേരം എന്നെ കൊന്നാലും ഞാൻ പറയില്ല, എനിക്കത് കിട്ടിയേ തീരൂ, എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ഉറക്കെ അലറുകയാണ്. അന്നേരം നമ്മുടെ അമ്മയെക്കാളും ഞങ്ങളെക്കാളും ഒക്കെ വലുത് നിനക്ക് ആ ആളാണല്ലേ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ശ്യാമയെ ശാലിനിയെ അങ്ങ് അടിക്കുകയാണ്. ഇത് കണ്ട് അകത്തുനിന്ന് ജനലിൽ കൂടി ശാരദാമ്മ അങ്ങ് കരയുകയാണ്. എന്താ മോളെ ഇവിടെ എന്തായി കാണിക്കുന്നത്, എന്നെ തുറന്നു വിട്, വാതിൽ തുറക്കുന്നൊക്കെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാലിനി മൈൻഡ് ചെയ്യാതെ വീണ്ടും ശ്യാമയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചിട്ട് കവിളിനും പുറത്തും ഒക്കെ ശാലിനി ഒരുപാട് അടി അടിക്കുന്നുണ്ട്. അവസാനം ശ്യാമ അങ്ങ് ശാലിനിയുടെ അവസാനത്തെ അടിയിൽ അങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ റൂമിൻ്റെ വാതിൽ ശാലിനി തുറക്കുന്നുണ്ട്. അന്നേരം എന്താ മോളെ നീ ശ്യാമയെ ചെയ്തതെന്നും പറഞ്ഞ് തറയിൽ കിടക്കുന്ന ശ്യാമയെ മടിയിലേക്ക് പിടിച്ചിരുത്തിയിട്ട് ശ്യാമയെ കണ്ണു തുറക്കുക എന്നും പറഞ്ഞ് ശാരദാമ്മ കരയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ അവളെ ഉണർത്തണ്ട, അവൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ടോ, പെട്ടെന്നുള്ള ചികിത്സ കൊണ്ടൊന്നും അവളുടെ രോഗം ഭേദമാക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് ആലോചിക്കാൻ അല്പം സമയം വേണം എന്ന് പറഞ്ഞ് ആകെ അങ്ങ് സങ്കടപ്പെട്ട് ശാലിനി നിൽക്കുകയാണ്. എന്നാലും മോളെ എന്നും പറഞ്ഞ് വീണ്ടും ശ്യാമയെ ഉണർത്താനായിട്ട് ശാരദാമ്മ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവളെ അങ്ങ് ഉണർത്തിക്കോ, പക്ഷേ അമ്മയുടെ കയ്യിൽ ഞാൻ തന്ന ആ പൊതിയിലെ പൊടി അവൾക്ക് കൊടുക്കേണ്ടി വരും. രാജ്യാന്തര വിപണിയിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് അതിനിപ്പോൾ അടിമയാണ് അവളെന്ന് പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് വാപൊത്തി അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരമാണ് ശാരദാമ്മയ്ക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാകുന്നത്. തുടർന്ന് അയ്യോ എൻ്റെ കുഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് തലയ്ക്കും നെഞ്ചത്തുമൊക്കെ കൈകൊണ്ട് അടിച്ചങ്ങ് നിലവിട്ട് വാവിട്ട് കരയുകയാണ് ശാരദാമ്മ. ഇത് കണ്ട് ആകെ സങ്കടമാകുന്നുണ്ട് ശാലിനിക്കും. തുടർന്ന് തൂണിൽ ചാരി നിന്ന ശാലിനി അതേപോലെ അങ്ങ് നിരങ്ങി താഴേക്കങ്ങ് ഇരിക്കുകയാണ് ആകെ സങ്കടപ്പെട്ട്. തുടർന്ന് കാണിക്കുന്നത് വസുമതിയോടും ചിത്രയോടും വന്ന് അർജുൻ പറയുകയാണ്, വീട്ടിൽ വെച്ച് പായസത്തിൽ വിഷം കലർത്തിയതിന് സുസ്മിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. അന്നേരം അതിനിപ്പോൾ എന്താണ്? അന്നേരം അർജുൻ പറയുന്നുണ്ട്, അതിനല്ലേ അമ്മ പ്രീതി ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന്. അന്നേരം അതിനല്ല, അതിനൊക്കെ ഞാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞതിനാണ് ഞാൻ ഇറക്കി വിട്ടത്. പിന്നെ പായസത്തിൽ ചിലപ്പോൾ വിഷം ചേർത്തത് അവളായിരിക്കാം, ഫിംഗർ പ്രിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവളെ അറസ്റ്റ് ചെയ്തത്, പക്ഷെ അവൾ ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിലോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ നിർബന്ധപ്രകാരമായിരിക്കും അവളത് ചെയ്തത്, അല്ലാതെ ആ പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നിട്ട് അവൾക്ക് എന്ത് നേടാനാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും സത്യഭാമയുടെ മേലെ തന്നെ കുറ്റം വെക്കാനായിട്ട് വസുമതിയും ചിത്രയും കൂടി ശ്രമിക്കുകയാണ്. പക്ഷെ അതൊന്നും അർജുൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷെ അർജുൻ ഒന്ന് ശങ്കിച്ച് നിൽക്കുന്നുണ്ട് ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട്. അപ്പോൾ ശിക്ഷ കിട്ടാൻ പോകുന്നത് വിഷം കലർത്തിയ സുസ്മിതയ്ക്കല്ല, അതിന് പ്രേരിപ്പിച്ച സത്യഭാമയ്ക്ക് തന്നെയാണെന്ന് ചിത്ര പറയുന്നുണ്ട്. അന്നേരം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് വസുമതിയും പറയുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ശ്രീരഞ്ജിനിയും പോലീസുകാരും കൂടി സുസ്മിതയെ തെളിവെടുപ്പിന് എന്നോണം വസുമതിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ശ്രീരഞ്ജിനി മാത്രം അകത്തേക്ക് കയറുമ്പോൾ വസുമതി കളിയാക്കുകയാണ്. എന്താണാവോ കമ്മീഷണർ അമ്മയുടെ എഴുന്നള്ളത്തിൻ്റെ ഉദ്ദേശം? വസുമതി കുഞ്ഞമ്മയുടെ നെറ്റിലെ മുറിവിൻ്റെ ആഴം അളക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ കേസൊക്കെ ക്ലോസ് ചെയ്തതല്ലേ, അതിൻ്റെ കൂടെ പ്രീതി മറ്റൊരു പരാതി കൂടി നൽകിയിരുന്നല്ലോ, അന്ന് കാണിച്ച ശുഷ്കാന്തിയൊന്നും പിന്നീട് കണ്ടില്ലല്ലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം കേസ് അന്വേഷണമൊക്കെ നിങ്ങളുടെ ചുമതലയല്ലേ, അതൊക്കെ ഞാൻ അറിയാറുണ്ടെന്ന് വസുമതി പറയുകയാണ്. അപ്പോൾ സുസ്മിതയെ അറസ്റ്റ് ചെയ്ത വിവരവും അറിഞ്ഞു കാണുമല്ലോ, പക്ഷെ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ല, അതിന് നിങ്ങളുടെ ചില സഹായം വേണമെന്ന് ശ്രീരഞ്ജിനി വസുമതിയോട് പറയുകയാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ചിത്ര പറയുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. തുടർന്ന് പോലീസുകാർ സുസ്മിത അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അർജുൻ ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എടി ഇവളെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് സുസ്മിതയുടെ നേർക്ക് അർജുൻ അടുക്കാനായിട്ട് പോവുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി ഒരുവിധം പിടിച്ചു നിർത്തുകയാണ്. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയാണ്, അതിന് അവർക്കൊരു കേടുപാടും വരാനായിട്ട് പാടില്ല എന്ന്. അന്നേരം ഇല്ല, ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്തിനാണെന്ന്, ആര് പറഞ്ഞിട്ടാണ് അവൾ ആ മഹാഭാവം ചെയ്തതെന്ന് ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്ന് പറഞ്ഞ് വീണ്ടും സുസ്മിതയുടെ അടുത്തേക്ക് അർജുൻ അങ്ങ് ഓടി ചെല്ലാനായിട്ട് പോകുമ്പോൾ വീണ്ടും ശ്രീരഞ്ജിനി പിടിച്ചു നിർത്തുകയാണ്. നിങ്ങളുടെ 2 ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഞാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ് അവളിത് ചെയ്തത് എന്നുള്ളത് 2ാമത്തെ ചോദ്യമല്ലേ, പക്ഷേ ആർക്ക് വേണ്ടിയാണ് ഇവൾ ചെയ്തത് എന്നുള്ളതിനുള്ള ഉത്തരം ഇവൾ തന്നെ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ മാഡം പറയണം ആർക്ക് വേണ്ടിയാണ് ഇവൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൾ ഞങ്ങളോട് തുറന്ന് സമ്മതിച്ചതാണ്, അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ടിപ്പോൾ വന്നിരിക്കുന്നത്.
പ്രധാന പ്രതിയെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ അത് എങ്കിൽ പിന്നെ എന്തിനാണ് താമസിക്കുന്നത്, അത് ആരെയായാലും അറസ്റ്റ് ചെയ്യണം എന്ന് ചിത്ര പറയുകയാണ്. അന്നേരം അർജുൻ്റെ നോട്ടത്തിലേക്ക് ആകെ പേടിച്ച് സുസ്മിത പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് വസുമതിയുടെ അടുത്തേക്ക് വന്ന് വസുമതിയുടെ തോളിൽ കൈവച്ച് ശ്രീരഞ്ജിനി പറയുകയാണ്, യു ആർ അണ്ടർ അറസ്റ്റ് വസുമതി എന്ന്. അന്നേരം ആകെ അന്തം വിടുകയാണ് അർജുനും ചിത്രയും ഒക്കെ. തുടർന്ന് ദേഷ്യത്തോടെ ശ്രീരഞ്ജിനിയുടെ കൈയങ്ങ് വസുമതി തട്ടി മാറ്റുകയാണ്. നിങ്ങൾ എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നതെന്ന് വസുമതി ചോദിക്കുമ്പോൾ പ്ലീസ് കോപ്പറേറ്റ് വസുമതി, തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം സത്യഭാമയെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ പ്രതിയാക്കുകയാണോ എന്നും പറഞ്ഞ് ചിത്ര മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാതെ അർജുൻ പുറകെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ വേണ്ടത്ര തെളിവുകളുണ്ട്, ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന നിലപാടിൽ ശ്രീരഞ്ജിനി അങ്ങ് വസുമതിയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഇനിയിപ്പോൾ വസുമതിക്ക് വേണ്ടിയാണ് താനങ്ങനെ ചെയ്തതെന്നായിരിക്കും സുസ്മിത പറഞ്ഞത്. പക്ഷേ വസുമതി പറഞ്ഞിട്ടല്ലല്ലോ ചെയ്തത്. വിഷ്ണുവിനെ കിട്ടാൻ വേണ്ടി ശാലിനിയോടുള്ള പ്രതികാരത്തിന് വേണ്ടി തന്നെയാണ് സുസ്മിത ചെയ്തത്. പക്ഷെ അതൊക്കെ ഇനി എങ്ങനെയാണ് പുറത്ത് വരിക എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.